ഹായ് ഓൾ, പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 കമ്പനിയുടെ ജോബ് വേക്കൻസിയോളം ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ മാക്സിമം 4 അല്ലെങ്കിൽ 5 വേക്കൻസീസ് ആയിരുന്നു. ഇന്ന് ഏകദേശം ഞാൻ നിങ്ങളിലേക്കൊരു ഓൾമോസ്റ്റ് ഒരു 7 കമ്പനിയുടെ വേക്കൻസിയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കണേ. ആദ്യമായിട്ട് ഡൈന വാല്യൂ ടെക്നോളജി എന്ന കമ്പനിയിലേക്കുള്ളൊരു വേക്കൻസിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് MIHY കോറി എന്നൊരു കമ്പനിയിലേക്കാണ്. അത് കഴിഞ്ഞ് ഒയാസിസ് അഡ്വൈസറി, അത് കഴിഞ്ഞ് ടാലന്റ് അറേബ്യ, പിന്നെ വരുന്നത് റോയൽ പ്രസ്റ്റീജ് ഫുഡ് കോർട്ട്, അങ്ങനത്തെ ഒരു കമ്പനിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് CEMEX കെമിക്സ് എന്നൊരു കമ്പനി, അത് കഴിഞ്ഞ് GSE. ഇങ്ങനത്തെ ഒരു 7 കമ്പനിയുടെ വേക്കൻസീസാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കണേ. അതിൽ ആദ്യം ഡൈന വാലിഡ് എന്ന കമ്പനിയിലേക്ക് നമ്മുടെ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം അഡ്മിൻ എന്നൊരു ജോബ് വേക്കൻസിയാണ് വരുന്നത്. മാക്സിമം ഇപ്പം ദുബായിൽ അക്കൗണ്ടന്റ് ആയിട്ട് വിസിറ്റിംഗ് വിസ, അക്കൗണ്ടന്റ് കഴിഞ്ഞിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയവർക്കൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഈ പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. jinsjoshi@dtc.com ഇതാണ് മെയിൽ ഐ ഡി. ഞാൻ ഏതായാലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമത്തെ വരുന്ന MIHY കോറി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിലും നമ്മുടെ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. മെയിൽ ഐ ഡി വരുന്നത് joyce@mihycory.com എന്നൊരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഒയാസിസ് അഡ്വൈസറി. ഇതിലേക്ക് IT നെറ്റ്വർക്ക് ആൻഡ് ഡെസ്ക് സപ്പോർട്ട് എഞ്ചിനീയർ എന്ന വേക്കൻസിയിലേക്കാണ് എന്ന പൊസിഷനിലേക്കാണ് ഇപ്പോൾ അവർ വേക്കൻസി അപ്ലോഡ് ചെയ്തേക്കണേ. പിന്നെ അത് HR@oasisadvisory.ae എന്ന മെയിൽ ഐ ഡിയിലേക്ക്, അല്ലെങ്കിൽ info@oasisadvisory.ae എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ വരുന്ന വേക്കൻസിയാണ് ടാലന്റ് അറേബ്യ. അതിൽ ഓൾമോസ്റ്റ് ഒരു 4ഓളം വേക്കൻസീസ് വരുന്നുണ്ട് ഈ ടാലന്റ് അറേബ്യയിലേക്ക്. അതായത് മൈക്രോസോഫ്റ്റ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ്, IT പ്രൊജക്ട് മാനേജ്മെന്റ്, സീനിയർ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ 4ഓളം വേക്കൻസീസ് ആണ് വരുന്നത്. ഈ 4ഓളം വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് വരുന്നതാണ് റോയൽ പ്രസ്റ്റീജ് ഫുഡ് എന്നൊരു കമ്പനിയിലേക്ക് ഒരു വേക്കൻസിയാണ്. ഫുഡ് കോൺട്രാക്ട് എന്നൊരു കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ്. അതിലും നമ്മുടെ ഒരു അക്കൗണ്ടന്റ് വേക്കൻസീസ് ആണ് അവർ ലിസ്റ്റ് ചെയ്തേക്കണേ. AML@റോയൽ പ്രസ്റ്റീജ് എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അത് കഴിഞ്ഞ് വരുന്നതാണ് CEMEX കെമിക്സ് എന്ന കസ്റ്റമർ സർവീസ് ഏജന്റ് ആണ്. അവരുടെ ബയോഡാറ്റയിലേക്ക്, അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ബയോഡാറ്റ അയക്കാം. അവിടെ വരുന്നതും ഒരു ഓൾമോസ്റ്റ് ഒരു കസ്റ്റമർ സർവീസ് ഏജന്റ് എന്നൊരു വേക്കൻസിയാണ് നിങ്ങൾക്ക് വരുന്നത്. മെയിൽ ഐ ഡി വരുന്നത് നമ്മുടെ ഈ കെമിക്സ് എന്ന കമ്പനിയുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാം. ഞാൻ ആ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് വരുന്നതാണ് GSE. നിങ്ങൾ ഇപ്പം എന്നോട് പലരും ഞങ്ങളുടെ കമന്റ് വന്നിട്ട് കുറച്ച് പേര് കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലോജിസ്റ്റിക്സിന്റെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഈ GSE എന്ന കമ്പനിയിലേക്ക് ലോജിസ്റ്റിക്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതൊരു ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് കമ്പനിയാണ്. അതിലേക്ക് ഷിപ്പ് എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് ഷിപ്പ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ബോർഡിംഗ് എക്സിക്യൂട്ടീവ്, ഇങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് ഒരു 9ഓളം വേക്കൻസീസ് അവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ പറയുന്ന എല്ലാ വേക്കൻസിയുടെയും എല്ലാവരുടെയും കമ്പനിയിൽ മെയിൽ ഐ ഡിയിൽ കയറിയിട്ട് മെയിൽ അയക്കാം. അതുപോലെ തന്നെ കമ്പനീൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് മെയിൽ അയക്കാം. അത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ GSE എന്ന ഒരു കമ്പനിയിലേക്ക് മെയിൽ അയക്കണേൽ, ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് മെയിൽ അയക്കണേൽ HQ@GSE.com എന്ന മെയിലിലേക്ക് മെയിൽ അയക്കാം. അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്നിപ്പോൾ ഈ ഒരു 7 വേക്കൻസീസും നമുക്ക് ദുബായിൽ നിന്ന് തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് അതുപോലുള്ള ജോബിലേക്കെല്ലാം ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബയോഡാറ്റ അയക്കാം. അങ്ങനെയാണ് അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നതും എന്നെ കോൺടാക്ട് ചെയ്തവർ പറഞ്ഞേക്കുന്നതും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ നിന്ന് അവർക്ക് മെയിൽ അയക്കാം. അതുപോലെ തന്നെ ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ പോയവർക്ക് അവിടെ നിന്ന് വിസിറ്റിംഗ് വിസ ക്യാൻസൽ ചെയ്ത് അവരുടെ ഓൺ വിസ കൊടുക്കും. എല്ലാം അവർ തന്നെ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. നമ്മളിപ്പം വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖത്തർ, അറബ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് അയച്ച്, വിസ ക്യാൻസൽ, നമ്മൾ നാട്ടിലേക്ക് കഴിയുമ്പോൾ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് അയച്ച് അവിടുന്ന് നമുക്ക് ഫ്രഷ് വിസ തന്നിട്ടാണ്, ഫ്രഷ് വിസയോട് കൂടി ടിക്കറ്റോടും കൂടിയാണ് അവർ നമുക്ക് പുതിയ ഓഫർ വരുന്നത്. ഇപ്പം
ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. 7 വേക്കൻസിയോട് കൂടി. എല്ലാവരും സബ്സ്ക്രൈബും ബെൽ ബട്ടൺ അയക്കാൻ മറക്കരുത്. കാരണം പുതിയൊരു വേക്കൻസി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്തണമെങ്കിൽ തന്നെ മാക്സിമം ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കി നിങ്ങൾ അലേർട്ടായിരിക്കുക. അപ്പോൾ ബൈ, സൈനിങ് ഓഫ്.